നമസ്കാരം. അങ്ങനെ വീണ്ടും ഒരു കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലിയിലാണ് 37 വയസ്സുള്ള മാരി എന്ന് പറയുന്ന യുവതിക്ക് ജീവൻ നഷ്ടമായത്. കാട്ടാനാക്രമണങ്ങൾ രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ മാത്രം കണക്കെടുത്ത് നോക്കിയാൽ ഏകദേശം 3 പേർക്കാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇപ്പോൾ തന്നെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ തന്നെ നമ്മളൊരു വാർത്ത കണ്ടു കാണും. മുള്ളം പന്നി വട്ടം ചാടി ഓട്ടോ മറിഞ്ഞ ഒരാൾക്ക് ജീവൻ നഷ്ടമായ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ സ്വാഭാവികമായും ഇത്തരത്തിൽ കാട്ടാനാക്രമണങ്ങൾ, വന്യജീവി ആക്രമണങ്ങളൊക്കെ അതിരൂക്ഷമാകുന്ന സമയത്തും നമ്മുടെ വനം വകുപ്പ് മന്ത്രി ബണ്ണ് വിഴുങ്ങിയ അവസ്ഥയിൽ ഇരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ടേമിൽ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഷിബു ബേബി ജോണൊക്കെ പറഞ്ഞു നടന്ന പല പ്രതികരണങ്ങളും ഇപ്പോൾ ആലോചിച്ചു പോവുകയാണ്. വന്യജീവി ആക്രമണത്തെ ഞങ്ങൾ ചെറുക്കും, മലയോര മേഖലയിലുള്ള ആളുകളെ ഞങ്ങൾ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു നടന്ന് അവരുടെ അടുത്ത് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള ഒന്നുമില്ല, നിലവിൽ ഒറ്റമൂലിയൊന്നുമില്ല, സർക്കാരിന്റെ കയ്യിലും ഇല്ല, എന്റെ കയ്യിലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കൈയൊഴിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ത് പറയാനാണ്, മലമറയ്ക്കാനാണ് മന്ത്രി? ഈ മന്ത്രിയാകുന്നതിന് മുമ്പ് ഈ മലയോര മേഖലയിലുള്ള ജനങ്ങളെ ഇങ്ങനെ പോയി പറ്റിച്ചത് എന്നാണ് ചോദിക്കാനുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഒരു സ്റ്റെപ്പ് പോലും കോൺഗ്രസിന് എടുത്തു വെക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറെ നമുക്ക് ഒരു സങ്കടം ജനിപ്പിക്കുന്ന കാര്യം എന്നുള്ളതാണ്. അവർക്ക് എന്തൊക്കെ കാര്യം ചെയ്യാൻ കഴിയുമെന്ന് അറിയൂ, പക്ഷെ അതൊന്നും ചെയ്യില്ല. വന്യജീവി ആക്രമണത്തെ നമുക്ക് പ്രതിരോധിക്കാൻ എങ്ങനെ കഴിയും? ആ കേന്ദ്ര നിയമം ഒന്ന് ഭേദഗതി ചെയ്താൽ മതി. അത് ആർക്കാണ് കഴിയുക? അത് അവിടെയുള്ള എം പിമാർക്ക് കഴിയും. കോൺഗ്രസിന്റെ എത്ര എം പിമാരാണ് അവിടെ ഉള്ളത്? 18 എം പിമാര് നമുക്ക് അവിടെയുണ്ട്, കേരളത്തിൽ നിന്നുള്ളത് മാത്രമായിട്ട്. മാത്രമല്ല സുരേഷ് ഗോപിനെ മാറ്റിയെടുത്തുക. പിന്നെ ഉള്ള നമ്മുടെ LDFന്റെ എം പി ആണെങ്കിൽ അദ്ദേഹവും കേരളത്തിനോടൊപ്പം തന്നെ നിൽക്കുന്ന സമീപനം സ്വീകരിക്കും. കാരണം കഴിഞ്ഞ തവണ ഈ പറയുന്ന ലോകസഭയിലും വന്യജീവി ആക്രമണത്തിനെതിരെ സംസാരിക്കാൻ LDFന്റെ എം പിമാർ മാത്രമാണല്ലോ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവരിപ്പോഴും പറയുന്നുണ്ട് ഇതിന് ഈ നിയമം ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഏതറ്റം വരെയും പോകാം, ഞങ്ങൾ കേരളത്തിനൊപ്പം നിൽക്കാമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും UDFന്റെ എം പിയോ അല്ലെങ്കിൽ UDFന്റെ എം പിമാരോ ലോകസഭ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമായിട്ടുള്ള വയനാടിൽ കാട്ടാനാക്രമണം അതിരൂക്ഷമാണ്. കാട്ടാനാക്രമണത്തിൽ എത്രയധികം ആളുകളാണ് കൊല്ലപ്പെടുന്നത്. പക്ഷേ ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കാനോ ഇത് ഭേദഗതി ചെയ്യാനോ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? 1972 ഇത് നമ്മുടെ UPA സർക്കാർ, ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആണല്ലോ ഇങ്ങനെ ഒരു വൃത്തികെട്ട നിയമം അടിച്ചത് ഇങ്ങനെ ഇറക്കിയത്. എന്നിട്ട് പിന്നീട് പല ഘട്ടത്തിൽ പല ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോഴും ഒരക്ഷരം മിണ്ടുന്നില്ല. ഏകദേശം ആ സമീപനം തന്നെയാണ് കേന്ദ്ര സർക്കാരും സ്വീകരിക്കുന്നത്. അവരും അത് ഭേദഗതി ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ LDF സർക്കാർ ഭരിക്കുന്ന സമയത്ത് മാത്രമാണ് ഇത് ഭേദഗതി ചെയ്യണമെന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നത്. ഇത് ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണെന്നും ഇതുമൂലം വലിയ രീതിയിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ടെന്നും അത് ഈ നിയമം ജനങ്ങൾക്ക്, അതായത് മനുഷ്യർക്ക് ഒരു രീതിയിലും നീതി ലഭ്യമാക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് ശബ്ദമുയർത്താൻ തുടങ്ങിയത് പിണറായി വിജയനാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേന്ദ്രത്തിനെതിരെ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. പണി പാളിയെന്ന് കണ്ടപ്പോഴാണ് പ്രതിപക്ഷമൊക്കെ ഈ വിഷയത്തിൽ കണ്ട മലയോര ജാഥയും ആ ജാഥയും ഈ ജാഥയും ഒക്കെ നടത്തി ഈ മലയോര മേഖലയിലുള്ള ആളുകളെ പറ്റിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചത്. അവസാനം എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കോൺഗ്രസ് അല്ലേ കേരളം ഭരിക്കുന്നത്. ഈ കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടാമല്ലോ, നമുക്ക് ഇത്ര എം പിമാരുണ്ട്, അപ്പോൾ സ്വാഭാവികമായും ഇത് ലോകസഭയിൽ ഒന്ന് അവതരിപ്പിക്കുകയും ഈ വിഷയത്തിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടാമല്ലോ. എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിരുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. കാരണം അപ്പോഴും എം പിമാർ, കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ എണ്ണം നോക്കിയാൽ അത് UDFന് തന്നെയായിരുന്നു മുൻതൂക്കം. എന്നിട്ടും അവർ ചെയ്തിട്ടില്ല. അന്നും ചെയ്തിട്ടില്ല, ഇന്നും ചെയ്തിട്ടില്ല. ഇന്നും പലർക്കും ജീവൻ നഷ്ടപ്പെടുമ്പോൾ പല മുടന്ത ന്യായങ്ങൾ പറയുകയാണ്. എന്നാ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യം ഞാൻ ആലോചിച്ചു പോവുകയാണ്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയാണ് മെസ്സേജ് അയച്ചിരുന്നു ആന ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം. ഈ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും ഓപ്പൺ ചെയ്യുന്നു, എന്താണ് ഉറപ്പുള്ളതെന്ന് അവിടെ നിൽക്കുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഈ മാരിയുടെ വീട്ടിൽ മൊബൈൽ ഇല്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ മുടന്ത ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് കാട്ടാനാക്രമണം ഇങ്ങനെ രൂക്ഷമായി നടക്കുമ്പോഴും ഈ സർക്കാർ പറയുന്നത് തന്നെ, അല്ലെങ്കിൽ വനം വകുപ്പ് മന്ത്രി പറയുന്നത് പോലുള്ള ചില മുടന്ത ന്യായങ്ങൾ ഇറക്കി വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അവർ ഇരട്ടത്താപ്പ് നടത്തുകയാണ്. അവരും ന്യായീകരണ കളി കളിക്കുകയാണ്. അപ്പോ ഒരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ മനുഷ്യരാണെന്നുള്ള കാര്യം ഈ ഷിബു ബേബി ജോണൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നും അല്ലല്ലോ. എത്ര അധികം ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഒരു 5 വർഷത്തെ കണക്കെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല പല രീതിയിലുള്ള വന്യജീവികൾ ആക്രമണത്തിൽപ്പെട്ട് നിരവധി ആളുകളാണ് ഇപ്പോഴും ചികിത്സയിലുള്ളത്. പലരും ഇപ്പോഴും കട്ടിലാണ്. ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, ഈ കണക്കൊക്കെ വ്യക്തമായി സർക്കാരിന് അറിയാവുന്നതാണ്. പക്ഷെ എന്നാൽ പോലും ഞങ്ങൾ ഇടപെടില്ല, ഞങ്ങൾ ഈ വിഷയത്തിൽ ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കൂ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്ന് രീതിയിൽ പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിലുള്ള
രീതിയിലുള്ള പ്രതികരണങ്ങൾ തീർത്തും അപലപനീയം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. നോക്കൂ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിൽ വന്യജീവി ആക്രമണം രൂക്ഷമായപ്പോൾ അവയെ വെടിവെച്ചു കൊല്ലാം എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്ന മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. കേന്ദ്ര നിയമമൊക്കെ ഉണ്ട്, എനിക്കറിയാം. ആ കേന്ദ്ര നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഉണ്ടാകുന്ന എന്ത് രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണെങ്കിലും അത് ഈ സർക്കാർ നേരിട്ടോളാം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടതല്ലേ. ജനങ്ങൾക്ക് ഒരു രീതിയിലും ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്, ജനങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ വെടിവെച്ചോ എന്ന് പറഞ്ഞൊരു സർക്കാരിനെ നമ്മൾ കണ്ടു. ഇപ്പൊ ചോദിക്കുമ്പോൾ ഇപ്പോൾ എന്താണ് പറയുന്നത്? ഇപ്പോൾ സർക്കാർ പറയുന്നത് കേന്ദ്ര നിയമമാണ്, അതിൽ കുറെ നൂലാമാലകളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ ന്യായീകരിക്കാനല്ല നിങ്ങൾ അധികാരത്തിൽ കൊണ്ടുവന്നത്. 102 സീറ്റുകളുമായിട്ട് നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ വലിയ പ്രതീക്ഷ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾ ആ രീതിയിലുള്ള പല മറിമായങ്ങളും നടത്തുമെന്നും പല രീതിയിലുള്ള വിസ്മയങ്ങൾ തീർക്കുമെന്നും ഒക്കെയല്ലേ ജനങ്ങളോട് പറഞ്ഞിരുന്നത്. മലയോര മേഖലയിലുള്ള ജനങ്ങളൊക്കെ അത് വിശ്വസിച്ചിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ മരണം സംഭവിക്കുമ്പോൾ ആ മരണവുമായി ബന്ധപ്പെട്ട് അമ്മാതിരി പ്രതികരണങ്ങളാണല്ലോ നടത്തിയിരുന്നത്. എന്തൊക്കെ മേളമാണ് നമ്മൾ കണ്ടിരുന്നത്. മലയോര മേഖലയിൽ കാട്ടാനാക്രമണം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പ്രതിഷേധിക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള ഫോട്ടോഷൂട്ടുകളും പല രീതിയിലുള്ള സംഭവങ്ങളും കാണിച്ച് ആ പാവങ്ങളെ പറ്റിച്ചു എന്നുള്ളതാണ്. ആ പാവങ്ങൾ വിചാരിച്ചു ഇവരൊക്കെ നമുക്കൊപ്പമാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്താണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്? ഇവരൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയായിരുന്നു എന്ന് ഇപ്പൊ ആ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. ഒരു വിസ്മയവും നടന്നില്ല, ഒരു ഗ്യാരണ്ടിയും നടന്നില്ല എന്നുള്ള കാര്യം ഇപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഞാൻ നടക്കാനും പോകുന്നില്ല എന്നുള്ള കാര്യം കൂടി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ എല്ലാവരും എന്താണ് പറയുന്നത്? നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ജനങ്ങളെയൊക്കെ വലിയ രീതിയിൽ തന്നെ പരിപാലിച്ചിരുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കണ്ടിരുന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു സർക്കാരിനെ നമ്മൾ ഇവരുടെ വാക്കും കേട്ട് പ്രതിപക്ഷത്തിരുത്തി എന്നാണ് പറയുന്നത്. അപ്പോഴും പ്രതിപക്ഷം ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സഭയിൽ ഈ വിഷയം എന്തായാലും പ്രതിപക്ഷം ഉന്നയിക്കും. പക്ഷെ സഭയിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ പോലും ഇവര് പ്രതികരിക്കുമോ എന്നുള്ള കാര്യമാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. കാരണം ഇപ്പൊ 2 അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു സഭയിൽ. പക്ഷെ 2 ഘട്ടത്തിലും അത് ഒരു രീതിയിലും അനുമതി നൽകി അവതരിപ്പിക്കാമെന്ന് പറയുന്ന ഒരു സമീപനം സ്പീക്കറോ UDFO സ്വീകരിക്കുന്നില്ലല്ലോ. അപ്പോ ഇത്തരം വിഷയങ്ങൾ, ജനങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വന്യജീവി ആക്രമണം അതിരൂക്ഷമാവുകയാണ്. ഇനി ഇത്തരത്തിൽ അതിരൂക്ഷമായി നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഇപ്പോഴും ഇതിന്റെ രൂക്ഷമായിട്ടുള്ള അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വനം വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഈ സർക്കാരിലുള്ള എല്ലാ മന്ത്രിമാരും ഒക്കെ ഒന്ന് ആ വനം പ്രദേശത്ത് പോയിട്ട് ആ വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്ന സ്ഥലത്ത് ഒരു 5 ദിവസം താമസിച്ചു മതി, വേണ്ട ഒരു 2 ദിവസം താമസിച്ചു മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അവർക്കും കുടുംബമൊക്കെ ഉണ്ട് ഹേ, അവർക്കും മക്കളും ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് ഹേ. അത് നിങ്ങൾ മറന്നു പോകരുത്. അധികാര കസേരയിൽ എത്തിക്കഴിയാൻ നേരത്ത് പണ്ട് പറഞ്ഞതൊക്കെ മറന്നു പോകുന്നത് കോൺഗ്രസിന്റെ സ്ഥിരം ശൈലിയാണ്, സ്ഥിരം സ്വഭാവമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ സ്വഭാവം പുറത്തെടുക്കുമെന്ന് അറിയാം, അതാണ് ഇപ്പോൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പുറത്തെടുക്കുമ്പോഴും അതിനെതിരെ ശബ്ദമുയർത്താൻ, അതിനെതിരെയൊക്കെ ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കാൻ നിരവധി ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അത് ചിലർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയാണ്, നീതി ലഭ്യമാക്കാൻ വേണ്ടിയാണ്. വന്യജീവി ആക്രമണത്തിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ അവർക്ക് പല രീതിയിലുള്ള ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒതുങ്ങും എന്നൊക്കെ ഓർത്താണ് ഇരിക്കുന്നതെങ്കിൽ ഒരു ധനസഹായം കൊണ്ടും ഒരാളെയും, മരിച്ചുപോയ ഒരാളെയും തിരികെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന വസ്തുത അവർക്ക് നന്നായി അറിയാം. ഗതികേടാണ് അവരെ കൊണ്ട് പലതും ഈ പറയുന്നത് പോലെ നിങ്ങൾ ധനസഹായം കൊടുക്കുമ്പോൾ അതൊക്കെ മേടിച്ചിട്ട് അവർ മിണ്ടാണ്ടിരിക്കാനുള്ള കാരണമായി മാറുന്നത്. അവരുടെ ഗതികേട് നിങ്ങൾ ചൂഷണം ചെയ്യരുത്, അവരുടെ അവസ്ഥ നിങ്ങൾ ചൂഷണം ചെയ്യരുത്. അതുകൊണ്ട് തീർച്ചയായും ഈ സർക്കാർ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ നിങ്ങൾ എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും നടത്തണമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.